കാണാതായ മകനെ തേടിയുള്ള ഓട്ടപ്പാച്ചിലാണ് പള്ളുരുത്തി സ്വദേശി ആന്റണി. മകനെ കാണാതായിട്ട് 4 മാസം പിന്നിട്ടിട്ടും പോലീസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ 21-കാരനായ ആദം ജോ ആന്റണിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പിതാവ് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനോട് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആദം ജോ ആന്റണിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പിതാവ് ആന്റണി ബുധനാഴ്ചയാണ് ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചത്. പോലീസ് അന്വേഷണം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് ആദമിന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. CA വിദ്യാർത്ഥിയായ ആദമിനെ കഴിഞ്ഞ ജൂലൈ 27-നാണ് കാണാതാവുന്നത്. പുലർച്ചെ 3 മണിയോടെ വീട്ടിൽ നിന്ന് സൈക്കിളുമായി ഇറങ്ങിയ ആദം പിന്നീട് മടങ്ങിയെത്തിയില്ല. പോലീസ് അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ആദമിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ആദ്യഘട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നെങ്കിലും പിന്നീട് അന്വേഷണം വഴിമുട്ടുകയായിരുന്നു. ഇതിനിടെ മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും അതിനും ഫലമുണ്ടായില്ല. കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഒരു 4-അംഗ സമിതിയെ രൂപീകരിക്കുകയുണ്ടായി. അതിലാണ് പള്ളുരുത്തി SHO കൂടെ ഹെഡ് ചെയ്തിട്ടുള്ള ഒരു 4-അംഗ സമിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ അവർ നാളിതുവരെ നടത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള മറുപടി ഇതുവരെ ലഭിക്കാത്തത് മൂലമാണ് ഈ ഹേബിയസിലേക്ക് മൂവ് ചെയ്യാനുള്ള കാരണമുണ്ട്. തുടർന്ന് അഡ്വക്കേറ്റ് അജിത് ജോർജ്, അഡ്വക്കേറ്റ് PT താജ്മിന എന്നിവർ മുഖേനയാണ് കാണാതായ ആദം ജോ ആന്റണിയുടെ പിതാവ് ആന്റണി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഇപ്പോൾ അന്വേഷണ ചുമതലയുള്ള പള്ളുരുത്തി SHO മാറ്റി പുതിയ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും സൂപ്രണ്ട് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നേതൃത്വം വഹിക്കുന്ന ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും അത്തരത്തിലുള്ള ടീം 3 ദിവസത്തിനുള്ളിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നും അതിനുശേഷം വെള്ളിയാഴ്ച കോടതിയിൽ റിപ്പോർട്ട് നൽകാനുമാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.